ഹായ് ഡിയേഴ്സ്, എല്ലാവർക്കും പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്നത്തെ വീഡിയോയിലുള്ളത് കുറച്ച് നാൾ മുന്നേ ചെയ്തൊരു ക്രാഫ്റ്റ് വീഡിയോ ആണ് കേട്ടോ. ഗ്രോട്ടോ ഉണ്ടാക്കുന്നത് ഒക്ടോബറിൽ ചെയ്ത വീഡിയോ ആണ്. പക്ഷെ അന്ന് ഞാൻ ഒരു ഗ്രോട്ടോരെ അത് വീഡിയോ അപ്ലോഡ് ചെയ്തു, ഒരെണ്ണം അപ്ലോഡ് ചെയ്യാൻ മറന്നുപോയതാണ്. അന്ന് അപ്ലോഡ് ചെയ്ത ഒരു പിസ്താഷ്യയിൽ വെച്ചിട്ടുള്ളതായിരുന്നു. ഇത് ഇപ്പോൾ പേപ്പർ വെച്ചിട്ട് ചെയ്യണ ഒരു ഗ്രോട്ടോയുടെ വീഡിയോ ആണ് കേട്ടോ. അപ്പോൾ ഇതിൽ പേപ്പർ വെച്ച് എങ്ങനെ ചെയ്യണമെന്ന് കാണിച്ചു തരാം. ആദ്യം നമ്മളൊരു കാർഡ്ബോർഡിൻ്റെ പീസ് നമ്മൾക്ക് ആവശ്യമുള്ള വലുപ്പത്തിന് വെട്ടിയെടുക്കുക. അതിൻ്റെ മുകളിലോട്ട് ഒന്നെങ്കിൽ കാർഡ്ബോർഡ് അല്ലെങ്കിൽ പേപ്പർ എന്തെങ്കിലും വെച്ചിട്ട് ഇതുപോലെ ഒരു ഷേപ്പ് ഉണ്ടാക്കിയെടുത്തതിന് ശേഷം അതിൻ്റെ മുകളിൽ ബ്ലാക്ക് കളറ് വാർണിഷ് പേപ്പറാണ് ഇതിൻ്റെ പേര്, അത് ഒട്ടിച്ചു കൊടുക്കാം. അത് അതിൻ്റെ ഗ്രോട്ടോയ്ക്ക് നമ്മൾ കല്ല് പോലെ തോന്നിക്കാൻ വേണ്ടിയിട്ടുള്ള പരിപാടിയാണ് ബാക്കി. അതിന് വേണ്ടിയിട്ട് ന്യൂസ് പേപ്പർ എടുക്കുക. ന്യൂസ് പേപ്പർ ഇങ്ങനെ കാണിച്ചു തരാം എങ്ങനെ ചെയ്യാന്നുള്ളത്. ചെറിയ ബോൾസ് പോലെ ന്യൂസ് പേപ്പർ ചുരുട്ടിയെടുക്കുക. പിന്നെ വലിയ അളവും ഇതൊന്നും നോക്കിയിട്ടൊന്നല്ല കേട്ടോ, നമുക്ക് ഇഷ്ടമുള്ള അളവിന് ഇങ്ങനെ ചുരുട്ടിയെടുക്കുക. അതിൻ്റെ മുകളിലേക്ക് ഈ ബ്ലാക്ക് പേപ്പർ വെച്ചിട്ട് കവർ ചെയ്ത് കൊടുക്കുക. ആ കവർ ചെയ്യുന്നതും കാണിച്ചു തരാം. എളുപ്പമായിട്ട് നമുക്ക് ചെയ്യാം കേട്ടോ. പശയുടെ ഒന്നും ആവശ്യമില്ല അങ്ങനെ ബോൾസ് ആക്കി എടുക്കാനായിട്ട്. അല്ലെങ്കിൽ പശ വേണമെങ്കിൽ നമുക്ക് പശ കുറേ നഷ്ടം വരും. ഇതുപോലെയാണ് ചെയ്യുക. ഒരു പേപ്പർ ചുരുട്ടിയെടുക്കുക, ഒരു പീസ് ബ്ലാക്ക് പേപ്പർ വയ്ക്കുക, ഇതുപോലെ ഇങ്ങനെ സൈഡായിട്ട് മടക്കി കൊടുക്കുക. ഇത്ര ചെയ്യാനുള്ള എളുപ്പം ചെയ്യാം കേട്ടോ. ഇതിന് പശയുടെ ആവശ്യമില്ല, അത് ഒട്ടിച്ചു കൊടുക്കേണ്ട കാര്യമില്ല. പക്ഷെ അത് ഗ്രോട്ടോയുടെ സ്ട്രക്ചറുമ്പിലേക്ക് നമുക്ക് ഒട്ടിച്ചു കൊടുക്കണം, അല്ലാതെ ഇതിൻ്റെ ഉള്ളിൽ വേറെ പശ വെക്കേണ്ട കാര്യമില്ല കേട്ടോ. അല്ലെങ്കിൽ കുറേ പശയും വേണം, അത് ഉണങ്ങോളം നമ്മൾ വെയിറ്റ് ചെയ്തിരിക്കണം. കുറച്ച് ബോറിംഗായി മാറും. അത്യാവശ്യം ക്ഷമയുണ്ടെങ്കിൽ ഈ പരിപാടിക്കൊക്കെ ഇരിക്കാൻ പറ്റുള്ളൂ കേട്ടോ. ക്ഷമയുള്ളവർ മാത്രം ചെയ്യാൻ പറ്റുന്ന ഒരു പരിപാടിയാണ് സത്യം പറഞ്ഞാൽ ക്രാഫ്റ്റ്. കുറച്ച് ക്ഷമ നന്നായിട്ട് വേണം. എനിക്ക് ഭയങ്കര ഇഷ്ടമുള്ള പരിപാടി ആയതുകൊണ്ടാണ് ഞാൻ ചെയ്യുന്നത്. അപ്പോൾ അതിങ്ങനെ ചെയ്ത് വെച്ചിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ഇനി നമ്മളിങ്ങനെ ഫുള്ളായിട്ട് കവർ ചെയ്തെടുക്കുന്നുണ്ട്. അതിൻ്റെ ഒരു മുകൾ ഭാഗവും സൈഡല്ലാതും നമ്മളിത് പേപ്പർ ചുരുട്ടി ഇങ്ങനെ എടുക്കുന്നുണ്ട്. പിന്നെ ഞാൻ ഈ ബ്ലൂ കളർ A4 ഷീറ്റൊക്കെ വാങ്ങി, പക്ഷെ അത് വെച്ചൊന്നും ചെയ്തൊന്നുമില്ല. പിന്നെ ടിഷ്യൂ പേപ്പറാണ്. ഈ ടിഷ്യൂ പേപ്പർ നമ്മൾ ഇതിൻ്റെ താഴെ കാർഡ്ബോർഡ് കവർ ചെയ്യാൻ വേണ്ടിയിട്ടാണ്. അപ്പോൾ ഞാൻ ആ വട്ടം വരച്ചിരിക്കുന്നതൊക്കെ എന്ന് വെച്ച് കഴിഞ്ഞാൽ പെയിൻറ്റ് ചെയ്യാനുള്ള ഏരിയകളും മാതാവിൻ്റെ സ്റ്റാച്ചു വയ്ക്കാനുള്ള സ്ഥലമൊക്കെ മാർക്ക് ചെയ്ത് വെച്ചിട്ടുള്ളതാണ് കേട്ടോ. അപ്പോൾ ടിഷ്യൂ പേപ്പർ ഫെവിക്കോൾ അപ്ലൈ ചെയ്തിട്ട് നമ്മൾ ഒട്ടിച്ചു കൊടുക്കുന്നുണ്ട്. അപ്പോൾ ഈ കാർഡ്ബോർഡിൻ്റെ ആ ഒരു ഡിസൈൻ ആവില്ല പുറത്തേക്ക് വരാം. ടിഷ്യൂ പേപ്പറിലെ ഡിസൈൻ പുറത്തേക്ക് കാണാം. അതാണ് കുറച്ചും കൂടി ഭംഗി. പിന്നെ കുറച്ച് ഇലകളും അത് ആർട്ടിഫിഷ്യലായിട്ട് കിട്ടുന്ന ഗ്രാസ് അതിൻ്റെയൊക്കെ ചെറിയ പീസൊക്കെ വെട്ടിയെടുത്തിട്ട് അവിടെ ഇവിടെയൊക്കെ ആയിട്ട് നമ്മൾ ഫെവിക്കോൾ വെച്ച് ഒട്ടിച്ചു കൊടുത്തിട്ടുള്ളതാണ് കേട്ടോ. അങ്ങനെ ടിഷ്യൂ പേപ്പർ ഒട്ടിച്ചു കൊടുത്തിട്ടുണ്ട്. ഇനി അതൊന്ന് ഉണങ്ങിക്കഴിഞ്ഞാൽ നമുക്ക് നമ്മുടെ അടുത്ത സെക്ഷൻ പരിപാടിയാണ് പെയിൻ്റ് അടിക്കുക. പിന്നെ ഇത് ഞാൻ അതിന് വേണ്ടി വാങ്ങിയ കുറച്ച് സാധനങ്ങളാണ് കേട്ടോ. പുല്ല്, പിന്നെ കൊന്ത ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് മാലമണികൾ, പിന്നെ അതിലേക്ക് വേണ്ട പൂക്കൾ, ചെറിയ ചെടികൾ, അങ്ങനത്തെ കുറച്ച് സാധനങ്ങൾ. അതൊക്കെ കാണുമ്പോൾ നമുക്ക് ചെറുതായിട്ടൊക്കെ തോന്നും, പക്ഷേ ഇതിനൊക്കെ നല്ല വിലയുണ്ട് കേട്ടോ. പിന്നെ ക്രാഫ്റ്റ് ഷോപ്പിൽ പോയിട്ട് ആരും അയ്യോ കുറച്ച് വിലയ്ക്ക് തരുമെന്ന് ആരും ചോദിക്കാത്തതുകൊണ്ട് അതിനൊക്കെ നല്ല റേറ്റ് ഉണ്ട്. നമുക്ക് അഫോർഡ് ചെയ്യാൻ പറ്റുമെങ്കിൽ മാത്രമേ നമ്മൾ വാങ്ങേണ്ട കാര്യമുള്ളൂ, ഇല്ലെങ്കിൽ അതില്ലാതെ ചെയ്യാം. പിന്നെ ഞാൻ ഈ ബ്ലൂ കളറ് പെയിൻ്റ് അടിച്ച് കൊടുക്കുന്നുണ്ട്. ടിഷ്യൂ പേപ്പർ ഒട്ടിച്ച് കൊടുത്ത് അത് ബ്ലൂ ഷെയ്ഡ് പറയുന്നത് മാതാവിൻ്റെ ഒരു ഇതായതുകൊണ്ട് ബ്ലൂ വൈറ്റ് ആ ഒരു തീമിൽ ചെയ്യണതാണ് കേട്ടോ. സ്കൈ ബ്ലൂ കളറ് ഫുള്ളിങ്ങനെ പെയിൻ്റ് അടിച്ച് കൊടുത്തിട്ട് ഉണങ്ങാൻ വേണ്ടി നമുക്ക് വെയിറ്റ് ചെയ്യാം. അപ്പോൾ ഇതൊക്കെ ഇഷ്ടമുള്ളവരൊന്ന് ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. ചിന്നൂസ് ഡയറീസ് പേര് മാറ്റിയതാണ് കേട്ടോ. ഞാൻ സിനി സ്റ്റാനി വ്ളോഗ്സ് എന്നായിരുന്നു, അപ്പോൾ ചെറുതായിട്ടൊന്ന് പേര് മാറ്റിയതാണ്. അപ്പോൾ രണ്ടായാലും ക്ലിക്ക് ചെയ്താൽ എൻ്റെ ഈ ചാനൽ നിങ്ങൾക്ക് കാണാവുന്നതാണ്. അപ്പോൾ ഇഷ്ടമുള്ളവരൊന്ന് ലൈക്ക്, ഷെയർ ആൻഡ് സബ്സ്ക്രൈബ്. പിന്നെ ഇനി അടുത്ത വർഷം ഒക്ടോബറിലായിരിക്കും ഇതുപോലെ ഗ്രോട്ടൊക്കെ ഉണ്ടാക്കുന്ന ഒരു ടൈം വരെ. അപ്പോൾ ആ സമയത്തേക്ക് ഇപ്പോൾ നോക്കി വെച്ച് കഴിഞ്ഞാൽ പഠിച്ച് ചെയ്തെടുക്കാവുന്നതാണ്. എളുപ്പം ചെയ്യാം, കുറച്ച് ക്ഷമ വേണമെന്ന് മാത്രമേ ഉള്ളൂ കേട്ടോ. അധികം ഐറ്റംസിൻ്റെ ഒന്നും ആവശ്യമില്ല, അത്ര എക്സ്പെൻസ് ആയിട്ടുള്ള കാര്യമൊന്നുമല്ല. ഞാൻ അതിൽ ആ ചെടികളൊക്കെ വാങ്ങിയതുകൊണ്ടാണ് എക്സ്പെൻസ് ആയത്. ഞാൻ പറഞ്ഞത് അതില്ലാതെ നമുക്ക് ചെയ്യാവുന്നതാണ്. പിന്നെ ഞാൻ അതിനൊരു വഴി പോലെയൊക്കെ ഡിസൈൻ ചെയ്യുന്നതാണ് കേട്ടോ. ഇത് കുറച്ച് സമയം എടുത്തിട്ടുണ്ട്, ഒരു 2 മണിക്കൂറോളം ടൈം എടുത്തിട്ട് ചെയ്തതാണ്. അത് നമ്മളിങ്ങനെ ഡിസൈനിങ് ചെയ്തിട്ടേ മാർബിൾ പോലെയൊക്കെ ആയിട്ടൊരു ഡിസൈൻ, കല്ല് വരച്ചതുപോലെ, കല്ല് പാക്ക് കുറച്ച് സമയം എടുത്തിട്ട് ഞാൻ കല്ലും കട്ടയൊക്കെ വരച്ചെടുത്തിട്ടുണ്ട്. ഒരു വഴി പോലെയൊക്കെ ക്രിയേറ്റ് ചെയ്തിട്ടുണ്ട് കേട്ടോ. കുറച്ച് സമയം വെച്ചാൽ നല്ല സമയം എടുത്തിട്ടുണ്ട് അത് വരയ്ക്കാനായിട്ട്. കാരണം മൈന്യൂട്ടായിട്ടൊന്ന് വരയ്ക്കണം,
അങ്ങനെ. പക്ഷെ ഇതൊക്കെ ഒരു ഇഷ്ടം കൊണ്ട് ചെയ്യുന്നതുകൊണ്ട് ഒന്നും ഒരു കുഴപ്പമില്ല കേട്ടോ. ഞാനിതൊക്കെ ചെയ്യുന്നതിൻ്റെ ഇത് പറഞ്ഞതല്ലേ, അതായത് ഇങ്ങനെയൊക്കെ ചെയ്യാൻ പുറപ്പെടുമ്പോൾ അത് എളുപ്പമെന്ന് വിചാരിക്കരുത്, കുറച്ച് പണിയുണ്ട്. ഒന്നും നമ്മൾ മറ്റേ വെള്ളപ്പങ്ങാടിയിൽ വെള്ളപ്പം ഉണ്ടാക്കണ മാതിരി ഇടിയും ഇടിയും എന്ന് നടക്കില്ല കേട്ടോ, കുറച്ച് സമയം എടുക്കും. ഞാനിതൊരു ഒരാഴ്ച കൊണ്ട് ചെയ്ത് തീർത്ത വർക്കാണ്. കാരണം ഒരു 10 മണിക്കൂർ ഉണ്ടായി നമുക്ക് ശരിക്കും ചെയ്ത് തീർക്കാവുന്നുള്ളൂ. പക്ഷേ കണ്ടിന്യൂസ് നമുക്ക് ചെയ്തിരിക്കാൻ പറ്റില്ല, കുട്ടിയുണ്ട്, വീട്ടിലെ കാര്യങ്ങൾ, അങ്ങനെ കുറച്ച് ഇതൊക്കെ ഉള്ളതുകൊണ്ട് നമുക്ക് കണ്ടിന്യൂസ് ഇരിക്കാൻ പറ്റില്ല. അപ്പോൾ ഒരാഴ്ച സമയം എടുത്തിട്ട് ചെയ്തതാണ്. ഇതൊരു കോമ്പറ്റീഷന് വേണ്ടി ചെയ്തൊരു വർക്കായിരുന്നു. അങ്ങനെ അപ്പോൾ 2 ചെയ്തിട്ടുണ്ടായിരുന്നു കേട്ടോ. ഒരെണ്ണം ഇതിൽ ഈ മുകളിൽ വെച്ച ആ ബോൾസിന് പകരം പിസ്താഷ്യലായിരുന്നു എന്ന് മാത്രം. അപ്പോൾ ഇതാണ് ഫൈനലായിട്ട് ഗ്രോട്ട വരുന്നത്. സൈഡിൽ 2 ചെടികളൊക്കെ വെച്ച് കൊടുത്തിട്ടുണ്ട്, പൂക്കൾ, മുകളിലൊരു പൂവിൻ്റെ ഇതൊക്കെ വെച്ച്, റോസാപ്പൂവൊക്കെ വെച്ച് മാതാവിനെ അലങ്കരിച്ച് ഭംഗിയാക്കിയിട്ടുണ്ട്. വേറെ കളറുകളൊന്നും ഇതിൽ വരുന്നില്ല, ബ്ലാക്ക്, ബ്ലൂ, വൈറ്റ്, ഗ്രീൻ, ഇത്രയും ഷെയ്ഡുകൾ അതിലുള്ളൂ. അപ്പോൾ ഇതെല്ലാവർക്കും ഇഷ്ടമായെന്ന് വിചാരിക്കുന്നു. ഇഷ്ടമെങ്കിൽ നേരത്തെ പറഞ്ഞ പോലെ മറക്കരുത്, ലൈക്ക്, ഷെയർ ആൻഡ് സബ്സ്ക്രൈബ്. അതുപോലെ ചെയ്യാൻ ഇഷ്ടമുള്ളവർക്കൊക്കെ ഒന്ന് കംപ്ലീറ്റ് ആയിട്ട് വർക്ക് ചെയ്തിട്ടുണ്ട്. ഇനി ഇതിലും ബാക്കി കുറേ കാര്യങ്ങളൊക്കെ ചെയ്യാം കേട്ടോ. സൈഡിൽ വേലി പോലെയൊക്കെ വെക്കാം, അങ്ങനെ കുറേയൊക്കെ ചെയ്യണമെങ്കിൽ ചെയ്യാം. ഞാൻ പിന്നെ അത്രയും ചെയ്തിട്ടില്ല. ഇത് ലാസ്റ്റ് എൻ്റെ മോൻ ഉണ്ടാക്കിയിട്ടുള്ള ഗ്രോട്ടാണ്. അവൻ പറയുന്ന ഗ്രോട്ടാണ് ഞാൻ ചെയ്യണതിൻ്റെ കൂടെ അതിൻ്റെ വേസ്റ്റ് സാധനങ്ങളൊക്കെ എടുത്തിട്ട് അവൻ സെറ്റപ്പ് ചെയ്തൊരു ഗ്രോട്ടാണ്. അവൻ്റെ കയ്യിൽ കിട്ടിയതൊക്കെ വെച്ച് ഫെവിക്കോൾ ഞാൻ കാണാതെ കടിച്ച് മാറ്റി അവൻ ഉണ്ടാക്കിയതാണ്. അപ്പോൾ എല്ലാവർക്കും ഇഷ്ടമായെന്ന് വിചാരിക്കുന്നു. ബൈ ഫ്രം ചിന്നൂസ് ഡയറീസ്.